ഇതൊക്കെ ആരുണ്ടാക്കിയതന്നെ? അള്ളാഹുവാണ് ഈ സബബുകളെയൊക്കെ നിശ്ചയിച്ചത്. ആരാ ഇതൊക്കെ നിശ്ചയിച്ചു തന്നവൻ? ആരുണ്ട്? ആർക്കെങ്കിലും പറ്റുമോ? ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. വമൻ യുർസിലു റിയാഹ, അടുത്ത ചോദ്യം, വമൻ യുർസിലു റിയാഹ, കാറ്റിനെ അയക്കുന്നവനാണോ? യുർസിലു അയക്കുക, മൻ യുർസിലു അയക്കുന്നവൻ. റിയാഹ, റീഹിന്റെ ബഹുവചനാണ് റിയാഹ്, കാറ്റുകൾ. എങ്ങനെയുള്ള കാറ്റുകൾ? ബുശ്റൻ, സന്തോഷ വാർത്തയായിട്ട്. ഒരു പൈലറ്റായിട്ടാണ് വരുന്നത് കാറ്റ്. കാറ്റ് ഒരു പൈലറ്റായിട്ട്, ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വരുന്നത്. ബൈന യദൈ റഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നോടിയായി ഒരു സുവിശേഷകനായിട്ട് കാറ്റ് വരുന്നു. ഇവിടെ റഹ്മത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മഴ. മഴയാകുന്ന റബ്ബിൻ്റെ നിഅമത്ത് ദാ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നോടിയായി അള്ളാഹു സന്തോഷ വാർത്തയായിട്ടാണ് എന്തിനയക്കുന്നത്? കാറ്റിനെ അയക്കുന്നത്. കാറ്റടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും എവിടെയോ മഴ പെയ്യുന്നുണ്ട്, ഒരു മഴക്കുള്ള ഒരുക്കുണ്ട്. എന്നാൽ മറ്റു നിലക്കും കാറ്റടിപ്പിച്ചിട്ടുണ്ട്. ആദ് ഗോത്രത്തെ തകർത്തെറിഞ്ഞതും കാറ്റ് മുഖേനയാണ്. ഇവിടെ പറയുന്നത് അള്ളാഹു എന്തു ചെയ്യുന്നു? അവൻ മഴ വർഷിപ്പിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി കാറ്റുകളെ അയക്കുന്നവനാണ്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. മഴ വർഷിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് റബ്ബ് കാറ്റിനെ അയക്കുന്നതിനെ കുറിച്ച് പല സ്ഥലത്തും ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹ് മാത്രമാണ്. ഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ മറ്റു ഇലാഹുണ്ടോ? അള്ളാഹിൻ്റെ കൂടെ വല്ല ഇലാഹുണ്ടോ? തആലല്ലാഹ്, അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. തആലല്ലാഹ്, അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. തആല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉന്നതനായിരിക്കുന്നു. നമ്മളത് അറിയാതെ അങ്ങനെ പറയലുണ്ട്, അള്ളാഹു തആല, അള്ളാഹു തആല എന്നല്ലേ. അള്ളാഹു തആല എന്നാണ് ഈ പറയുന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹു ഉന്നതനായിരിക്കുന്നു. നേരെ തആലല്ലാഹു, അള്ളാഹു ഉന്നതനായിരിക്കുന്നു. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നവയിൽ നിന്നെല്ലാം റബ്ബ് ഉന്നതനാണ്. ഇവർ പങ്കു ചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു എത്രയോ ഉന്നതിയിലാണ്. ഇവരെന്നാലും പങ്കു ചേർക്കും. ഇതൊക്കെ അള്ളാഹ് തന്നെയാണെന്ന് അവർക്കൊക്കെ അറിയാം. എന്നാലും പിന്നെ കരയുന്നും കടലിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടിയാൽ വിളിക്കുക അള്ളാഹു അല്ലാത്തവരെ. ഈ ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നതൊക്കെ തൗഹീദിനെ സ്ഥാപിക്കുന്ന ആയത്തുകൾ, ശിർക്കിനെതിരെയുള്ള കൃത്യമായ പരാമർശങ്ങൾ.